കെട്ടടങ്ങാതെ പൊറോട്ട ബീഫ് വിവാദം. ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിച്ചത് ബീഫും പൊറോട്ടയും നൽകി എന്ന NK പ്രേമചന്ദ്രൻ MPയുടെ വാക്കുകൾ ആണ് ഇപ്പോൾ വിവാദമായിട്ടുള്ളത്. പ്രേമചന്ദ്രൻ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. സ്വന്തം പാർട്ടി നേതാവായ ഷിബു ബേബി ജോൺ ആണ് ഇക്കാര്യം ആദ്യം പറഞ്ഞത് എന്നും തനിക്ക് നേരെ മാത്രം എന്തിന് CPIM സൈബർ ആക്രമണം എന്ന ചോദ്യവും പ്രേമചന്ദ്രൻ ഉയർത്തുമ്പോൾ ചർച്ചകൾ മറ്റൊരു തരത്തിലേക്ക് മാറുകയാണ്. ആദ്യം പ്രേമചന്ദ്രന്റെ വാക്കുകളിലേക്ക്. 2018 സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായപ്പോ വിധി പകർപ്പ് കേരള ഗവൺമെന്റിന് ലഭിക്കുന്നതിന് മുമ്പ്, അതിന്റെ പകർപ്പ് ലഭിക്കുന്നതിന് മുമ്പ് 10 മണിക്കൂറിനുള്ളിലാണ് DGP അടക്കമുള്ള കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ സ്ത്രീകളെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതും ഇവിടെ ശ്രീ ഷംസുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ റഹ്ന ഫാത്തിമയും അമ്മിണിയും ബിന്ദു അമ്മിണി ഉൾപ്പെടെയുള്ളവരെ ഞാൻ ഇപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞറിഞ്ഞത് എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. പാലായിലെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന് ബീഫും പൊറോട്ടയും വാങ്ങിക്കൊടുത്ത് വിശ്വാസത്തെ വികലമാക്കി അതിനുശേഷം പോലീസ് വാനിൽ ആരും കാണാതെ കിടത്തിക്കൊണ്ടുവന്ന് പമ്പയിലെത്തിച്ച് മലകയറ്റാൻ നേതൃത്വം കൊടുത്ത പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പും ആ ഗവൺമെന്റുമാണ് പമ്പയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആഗോള അയ്യപ്പ സംഗമത്തിന് നേതൃത്വം കൊടുത്തത്. RSPയുടെ സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ആണ് ആദ്യമായി ഈ പ്രശ്നം പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞു. പൊറോട്ടയും ബീഫും പോലീസ് ഉദ്യോഗസ്ഥന്മാർ വാങ്ങിക്കൊടുത്ത് കോട്ടയത്ത് പോലീസ് ക്ലബിൽ വാങ്ങിക്കൊടുത്തതിന് ശേഷമാണ് അവരെ മലചവിട്ടാൻ കൊണ്ടുപോയത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പമ്പാ സംഗമം നടന്നപ്പോൾ, പത്തനംതിട്ടയിൽ നടന്നപ്പോൾ അവിടെ പ്രസംഗിച്ച കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഈ കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞു. കഴിഞ്ഞ ദിവസം പന്തളത്ത് നടന്ന വിശ്വാസ സംഗമത്തിൽ സംബന്ധിച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചപ്പോൾ അടിവരയിട്ട് ഞാൻ പറഞ്ഞു, ഈ കാര്യങ്ങൾ ഇതിനു മുമ്പ് ഷിബു ബേബി ജോൺ പറഞ്ഞപ്പോഴും VD സതീശൻ പറഞ്ഞപ്പോഴും ഒരിക്കലും തോന്നാത്തൊരു വികാരമാണ് കഴിഞ്ഞ ദിവസം പന്തളത്ത് ഞാൻ പ്രസംഗിച്ചതിന് ശേഷം CPM സൈബർ സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള കനത്ത കടന്നാക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിനെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. കാരണം അവരുടെ മനസ്സിൽ വല്ലാതെ മുറിവേൽപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പ്രധാനമന്ത്രിയുമായി നടന്ന കൂടിക്കാഴ്ച, അമിത്ഷായുമായി നടന്ന കൂടിക്കാഴ്ച, അതിനു മുമ്പ് പ്രാതൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർമ്മലാ സീതാരാമനുമായി ബന്ധപ്പെട്ട് നടന്ന കൂടിക്കാഴ്ച, ഇതെല്ലാം പകൽ പോലെ വ്യക്തമാണ്. കേരളത്തിന്റെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ വേണ്ടിയിട്ടല്ല, മകനും മകളും താനും നേരിടുന്ന ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളെ സംബന്ധിച്ചുള്ള കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ, അതുപോലെ കരുവന്നൂർ ഉൾപ്പെടെയുള്ള നിരവധി ഗുരുതരമായ ക്രിമിനൽ കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി BJPയുമായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു രാഷ്ട്രീയ രസതന്ത്രമാണ്, ഒരു പൊളിറ്റിക്കൽ കെമിസ്ട്രിയാണ് സത്യത്തിൽ ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും അതുപോലെ തന്നെ മുനിസിപ്പൽ പഞ്ചായത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനെയും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ നീക്കം നടക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇതൊന്ന് കേരളത്തിലെ ജനങ്ങൾ നല്ലതുപോലെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. എന്നാൽ പ്രേമചന്ദ്രൻ പറയുന്നത് പച്ചക്കള്ളവും വസ്തുതയില്ലാത്തതുമാണ് എന്നാണ് MV ജയരാജൻ ന്യൂസ് 18നോട് പ്രതികരിച്ചത്. ഇരുട്ടിൽ കരിമ്പൂച്ചയെ തപ്പുന്നത് പോലെ NK പ്രേമചന്ദ്രൻ തപ്പി നോക്കുകയാണ്. CPIMനും സർക്കാരിനും എതിരെ UDF പ്രവർത്തകർ അപവാദ പ്രചാരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും ജയരാജൻ പറഞ്ഞു. പച്ചക്കള്ളമാണ്. CPIMനും ഇടതുപക്ഷത്തിനും സർക്കാരിനും എതിരായി UDFും അതിൻ്റെ നേതാക്കന്മാരും നടത്തിക്കൊണ്ടിരിക്കുന്ന അപവാദ പ്രചരണങ്ങൾ, അതെല്ലാം തന്നെ ജനങ്ങൾ തിരസ്കരിച്ചപ്പോൾ ഇപ്പോൾ പുതിയ ഒന്നുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അതും വർഷങ്ങൾക്ക് മുമ്പ് നടന്നതായി പറയപ്പെടുന്ന പ്രശ്നത്തിൽ UDFിൻ്റെ ചില നേതാക്കൾ അങ്ങനെയാണ്. വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഇപ്പോൾ പുതുതായി എന്നതുപോലെ അവതരിപ്പിക്കുന്നത്. അതിലൊരു വസ്തുതയുമില്ല. ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് ഇരുട്ടിൽ കരിമ്പൂച്ചിയെ തപ്പും പോലെ പ്രേമചന്ദ്രനും കൂട്ടുകാരും തപ്പി നോക്കുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി TG സജിത്താണ് ചേരുന്നത്. സജിത്ത്, ഒരു കാലഘട്ടത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയം. അതിന് ശേഷം ആണ്
സംസ്ഥാനത്ത് നവോത്ഥാന മതിലടക്കം സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടത്തിയത്. പിന്നീട് ഇത് അതേ സർക്കാർ തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ തുടർച്ച എന്ന മട്ടിൽ തന്നെ വന്നിട്ടുള്ള സർക്കാരുകൾ, അല്ലെങ്കിൽ ഇടത് മുന്നണി തന്നെ ആഗോള അയ്യപ്പ സംഗമവും നടത്തുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. അങ്ങനെ ശബരിമല പൊതുവിൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതിനിടയിൽ സർക്കാരിന് തന്നെ കോട്ടം സംഭവിച്ചിട്ടുള്ള സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ട കേസ് ഒരു ഭാഗത്ത് നടക്കുന്നു. ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ്, മാസങ്ങൾക്ക് ശേഷം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ്, വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ശബരിമലയും ശബരിമലയിലെ യുവതീ പ്രവേശനവുമൊക്കെ ചർച്ചയാവുകയാണ്. NK പ്രേമചന്ദ്രൻ്റെ ഈ വാക്കുകൾ അങ്ങനെ ഉള്ള ഒരു പരാമർശമായി തന്നെയാണോ വിലയിരുത്തേണ്ടി വരേണ്ടത്? അഭിലാഷ്, ഇതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം ഞാനൊന്ന് വിശദീകരിക്കാം. അതായത് ഈ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന നിലപാടുകൾ BJP ആവട്ടെ, സംഘപരിവാർ സംഘടനകളാവട്ടെ, UDF-ന്റെ കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ മുൻകാലങ്ങളിലും എടുത്തിട്ടുള്ളതാണ്. പക്ഷേ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ പ്രസ്താവനയായി NK പ്രേമചന്ദ്രൻ നിലപാടുകൾ മാറുന്നത് അദ്ദേഹം ഉപയോഗിച്ച ചില പരാമർശങ്ങളാണ്. പൊറോട്ടയും ബീഫും കഴിപ്പിച്ചിട്ടാണ് ഹിന്ദു ആചാരങ്ങളെ ലംഘിക്കുക എന്ന ബോധപൂർവമായ ലക്ഷ്യത്തോടെ, അതായത് അവിടെ യുവതീ പ്രവേശനം നടപ്പിലാക്കി എന്ന് മാത്രമല്ല, ബോധപൂർവമായി ഇത്തരം ഭക്ഷണം കഴിച്ച് അവിടെ ശബരിമലയിലെ ആചാരത്തെ ബോധപൂർവമായി ലംഘിക്കാനുള്ള ഒരു നീക്കം, അത് കൃത്യമായൊരു അജണ്ടയായിരുന്നു, സർക്കാരിൻ്റെ CPM-ന്റെ അജണ്ടയായിരുന്നു. എന്നാൽ ഗുരുതര പരാമർശമാണ് NK പ്രേമചന്ദ്രൻ നടത്തുന്നത്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പ്രേമചന്ദ്രൻ ഇത്തരമൊരു പരാമർശം നടത്തുന്നത് ഒരുപക്ഷെ ഇത് സംഘപരിവാർ നേതാക്കൾ പോലും നടത്താത്ത അതിരൂക്ഷമായ ഒരു പരാമർശമായി മാറുന്നു. രണ്ട്, RSPയുടെ നേതാവാണ് NK പ്രേമചന്ദ്രൻ. NK പ്രേമചന്ദ്രൻ എന്ന RSPയുടെ നേതാവ്, റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാടുകളുള്ള ഒരു നേതാവ് ഇത്തരമൊരു പ്രസ്താവന നടത്തുമ്പോൾ അതിനും മറ്റൊരു പശ്ചാത്തലം കൂടിയുണ്ട്. അതാണ് പ്രധാനമായും ഇത് ചർച്ചയായതിൻ്റെ കാരണം. ഈ പന്തളത്ത് നടന്ന UDF-ന്റെ അയ്യപ്പ സംഗമം, വിശ്വാസ സംഗമത്തിലാണ്, ആ വേദിയിലാണ് പ്രേമചന്ദ്രൻ ഇത്തരമൊരു പരാമർശം നടക്കുന്നത്. പിന്നാലെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇടത് സൈബർ കേന്ദ്രങ്ങൾ ഒന്നടങ്കം NK പ്രേമചന്ദ്രനെതിരെ രംഗത്ത് വരികയും വലിയ ക്യാമ്പയിൻ ആരംഭിക്കുകയാണ് ചെയ്തത്. തനിക്കെതിരെ സൈബർ ക്യാമ്പയിൻ നടക്കുന്നു എന്ന ആക്ഷേപമായിട്ടാണ് നമ്മൾ അല്പം മുമ്പ് ഒടുവിൽ കേട്ട കൊല്ലത്ത് ഇന്നലെ NK പ്രേമചന്ദ്രൻ കൂടുതൽ വിശദീകരണങ്ങളുമായി രംഗത്തെത്തിയത്. പക്ഷേ അദ്ദേഹം നൽകുന്ന വിശദീകരണത്തിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. എൻ്റെ പാർട്ടിയുടെ നേതാവ് ഷിബു ബേബി ജോൺ തന്നെ മുമ്പ് ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ ഞാൻ പറയുമ്പോൾ മാത്രം എന്തിന് ഇത് വിവാദമാകുന്നു എന്ന ചോദ്യം കൂടി പ്രേമചന്ദ്രൻ ഉയർത്തുന്നുണ്ട്. സ്വാഭാവികമായും ഇത് രാഷ്ട്രീയ പശ്ചാത്തലത്തിലേക്ക് ഉയർന്നു വരുമ്പോൾ പ്രേമചന്ദ്രനെതിരായ ഒരു നീക്കമായി ഒരു സ്ഥലത്ത് നടക്കുന്നു. പക്ഷേ പ്രേമചന്ദ്രൻ ആ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നതാണ് സാഹചര്യം. ഒരു കാര്യം വ്യക്തമാണ്, ശബരിമല യുവതീ പ്രവേശന വിഷയം ചർച്ച ചെയ്യാൻ ശക്തമായി ഉന്നയിക്കാൻ കഴിയുന്ന ഒരു വിഷയമായി തന്നെ ഇത് മാറുകയാണ്. ആ വിഷയമാണ് ഉന്നയിക്കപ്പെടുന്നത്. പ്രേമചന്ദ്ര പ്രസ്താവന ഒരുപക്ഷെ UDF നടത്തിയ ഈ വിശ്വാസ സംഗമത്തിൽ ഏറ്റവും ശക്തമായി അതിൻ്റെ തുടർ ചർച്ചകൾക്ക് ഇടവെക്കുന്ന ഒരു രാഷ്ട്രീയ നീക്കമായി ഈ പ്രസ്താവന മാറി എന്നതാണ്. കാരണം ഇടതുപക്ഷത്തിന് അതിന് പ്രതിരോധം ഉയർത്തേണ്ടി വരുന്നു, പ്രേമചന്ദ്രനെ കടന്നാക്രമിക്കേണ്ടി വരുന്നു എന്ന രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് ഈ പ്രസ്താവന മാറി എന്നതാണ്. എന്തായാലും പ്രേമചന്ദ്രൻ ഈ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ ബിന്ദു അമ്മണി അടക്കമുള്ളവർ ആ ശബരിമലയിൽ യുവതീ പ്രവേശനത്തിന്റെ ഭാഗമായി അവിടെ പ്രവേശിച്ച ബിന്ദു അമ്പണി അടക്കമുള്ളവർ പക്ഷേ ഇന്നലെ ആ പ്രസ്താവനയും നിലപാടും തള്ളി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് എന്നതാണ് സാഹചര്യം. ഒരു കാര്യം വ്യക്തമാണ്, സമീപകാലത്ത് ശബരിമല വീണ്ടും ചർച്ചകളിലേക്ക് വരുമ്പോൾ ഈ പ്രസ്താവനയിൽ ഊന്നിക്കൂടി തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നീക്കങ്ങൾ പുരോഗമിക്കുന്നത്. തീർച്ചയായും അതാണല്ലോ സജിത്ത്, ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ പല വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്, വികസന വിഷയങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്, രാഷ്ട്രീയം ചർച്ച ചെയ്യാറുണ്ട്. എന്നാൽ ശബരിമല എന്നത് കഴിഞ്ഞ 1-2 തെരഞ്ഞെടുപ്പുകളിൽ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളിൽ ഒന്നുകൂടി ആയിരുന്നുവെന്ന് നമുക്കറിയാം. ഇവിടെ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ RSPയുടെ നേതാവ് കൂടിയാണ് NK പ്രേമചന്ദ്രൻ എന്നിരിക്കെ NK പ്രേമചന്ദ്രൻ ഇത്തരത്തിലൊരു പരാമർശം ആഗോള വിശ്വാസ സംഗമത്തിൽ, പന്തളത്ത് നടന്ന UDF-ന്റെ വിശ്വാസ സംഗമത്തിൽ നടത്തുമ്പോൾ അത് വലിയ തോതിൽ ചർച്ചയാകുന്നുണ്ട്. ഒപ്പം NK പ്രേമചന്ദ്രൻ പിന്നീട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത്, സജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ തന്നെ നേതാവായ ഷിബു ബേബി ജോൺ ഈ പരാമർശം നടത്തിയിട്ടുണ്ട്. നേരത്തെ ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായി കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിൽ പ്രതിപക്ഷ നേതാവ് ഈ തരത്തിലുള്ള പരാമർശം നടത്തിയിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും തനിക്ക് അല്ലെങ്കിൽ അവർക്ക് ആക്രമണം ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ ഇത് ആക്രമണമാകുന്നുവെങ്കിൽ അത് CPIM-ന് കൊള്ളേണ്ടവർക്ക് കൊണ്ടിട്ടുണ്ട് എന്ന് കൂടിയാണ് അദ്ദേഹം പറയുന്നത്. സജിത്ത്, രണ്ട് കാര്യങ്ങളാണ് അഭിലാഷ് അതിലുള്ളത്. ഒന്ന്, NK പ്രേമചന്ദ്രൻ്റെ പ്രസ്താവനയുടെ മൂർച്ച, അത് സ്വാഭാവികമായും അതിൻ്റെ എതിർകക്ഷിക്ക് CPM-ന് സ്വാഭാവികമായും മറുപടി കൊടുക്കേണ്ട ഒരു വിഷയമാണ്. രണ്ടാമത്തെ കാര്യം, ഇത് പറഞ്ഞയാൾ NK പ്രേമചന്ദ്രൻ എന്നതാണ്. NK പ്രേമചന്ദ്രനുമായി ബന്ധപ്പെട്ട് CPM-ന്റെ വിവാദങ്ങൾ നമുക്കറിയാം. പ്രേമചന്ദ്രനെതിരെ മുഖ്യമന്ത്രി നടത്തിയ പരാമർശവും അതുണ്ടാക്കിയ വിവാദങ്ങളും അറിയാം. അങ്ങനെ ബദ്ധവൈരികളാണ് CPM-ഉം CPM നേതാക്കളും NK പ്രേമചന്ദ്രനും, തർക്കമില്ല. അപ്പോൾ പ്രേമചന്ദ്രൻ്റെ ഇപ്പോഴത്തെ ഈ പരാമർശം CPM ആയുധമാക്കുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ്. അതായത് മുഖ്യമന്ത്രി
മുഖ്യമന്ത്രി മുമ്പ് കൊല്ലത്ത് ആ തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തിയ ആ പരാമർശം ശരിയാണ് എന്ന് കാലം ഒന്നുകൂടി തെളിയിച്ചു എന്നതാണ് CPM സൈബർ കേന്ദ്രങ്ങളൊക്കെ ഈ വിഷയത്തിൽ നൽകുന്ന വിശദീകരണം. അല്പസമയം മുമ്പ് നമ്മൾ കണ്ട MV ജയരാജൻ്റെയൊക്കെ പ്രസ്താവനയും ഇതുമായി ചേർന്ന് പോകുന്നതാണ്. MV ജയരാജൻ്റെ പ്രസ്താവനയ്ക്ക് മറ്റൊരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയുണ്ട്. അന്ന് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു MV ജയരാജൻ. അദ്ദേഹമാണ് ഈ ശബരിമലയിലെ കാര്യങ്ങളിലൊക്കെ കൃത്യമായ ബോധ്യമുള്ളയാളാണ്. അവിടെ യുവതീ പ്രവേശനം അടക്കമുള്ള വിഷയങ്ങളൊക്കെ നടന്നപ്പോൾ ഇത് സംബന്ധിച്ച് കൃത്യമായ ബോധ്യമുള്ളയാളാണ്. അതുകൊണ്ടുകൂടിയാണ് MV ജയരാജൻ്റെ പ്രസ്താവനയ്ക്ക് ഇക്കാര്യത്തിൽ ഒരു പ്രസക്തി വർദ്ധിക്കുന്നത്. എന്തായാലും ഈ ആക്ഷേപങ്ങളൊക്കെ, അതായത് പോലീസിൻ്റെ ഗൂഢാലോചനയായിരുന്നു എന്ന ആക്ഷേപമൊക്കെ CPM തള്ളുകയാണ്, MV ജയരാജനും ഒക്കെ തള്ളുകയാണ്. പക്ഷേ UDF ആ ഗൂഢാലോചനാവാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എന്ന് മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ച ആ പരാമർശത്തിലേക്ക് പോവുകയാണ്. പക്ഷേ ഈ NK പ്രേമചന്ദ്രൻ നടത്തിയ പരാമർശത്തിന് സമാനമായ പരാമർശത്തിലേക്ക് UDFൻ്റെയോ കോൺഗ്രസിൻ്റെയോ മറ്റ് നേതാക്കൾ ആരും രംഗത്ത് വന്നിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. അതുകൊണ്ടുകൂടിയാണ് പ്രേമചന്ദ്രനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള CPMൻ്റെ ബദൽ നീക്കം ഉണ്ടാവുന്നത്, സൈബർ നീക്കങ്ങൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് പ്രേമചന്ദ്രൻ പ്രസ്താവന ബോധപൂർവം നടത്തി എന്നത് തരത്തിലേക്ക് ഈ വിഷയം മാറുകയുമാണ്.